ഏറ്റവും ഒടുവിലായി കേൾക്കുന്നത് ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളികൾ കട്ടതിന് ശേഷം ഇനിയിപ്പോൾ കൊടിമരത്തിൻ്റെ കാര്യത്തിലേക്കാണ്. കൊടിമരത്തിൽ വളരെ ഭീകരമായ രീതിയിൽ വെട്ട് നടന്നിട്ടുണ്ട്. കൊടിമരം സ്വർണം പൂശാനായി പ്രമുഖരായ പലരും സ്വർണം കൊടുത്തു. അത്തരം കഥകളാണ്, അത്തരം കൊടുത്ത സ്വർണം നഷ്ടമായ പ്രമുഖരുടെ കാര്യമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിന് തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാ, ആരുടെയൊക്കെയാ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരുടെ പേരാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ഈ മോഷ്ടിച്ച ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കൊള്ള നടത്തിയ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്, കൊള്ള നടത്തിയത് അറിഞ്ഞിട്ടും മിണ്ടാതിരുന്ന ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന കൊടിമരത്തിലേക്കൊക്കെ ദാനം ചെയ്തിട്ടുള്ള, കൊടുത്തിട്ടുള്ള, സംഭാവന ചെയ്തിട്ടുള്ള ആളുകളുടെ പേര് വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇന്ന് പുറത്തേക്ക് വന്ന 2 പേരുകളാണ് മോഹൻലാലിന്റെയും ദിലീപിന്റെയും പേരെന്ന് പറയുന്നത്. ഇതിനു മുൻപ് ജയറാമിന്റെ പേര് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയറാം ആണെങ്കിലും ദിലീപ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും മണ്ഡലകാലങ്ങളിലൊക്കെ മുടങ്ങാതെ ഈ പറയുന്ന അയ്യപ്പനെ കാണാൻ പോകുന്ന പ്രമുഖരിലും പ്രധാനപ്പെട്ട 3 പേരാണ് ഇവർ 3 പേരും. പലപ്പോഴും ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ വിഷ്വൽസ് ഒക്കെ സ്വാഭാവികമായി നമുക്ക് കിട്ടും. വളരെ അവൈലബിൾ ആണ്. ഇവർ അയ്യപ്പനെ കാണാൻ പോകുന്ന ഇവർ ഒരു വളരെ നല്ല ഭക്തരാണെന്ന് നമുക്ക് പറയാം. അപ്പോ ആ രീതിയിൽ ഇപ്പോ ശബരിമലയിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പ്രമുഖരുടെ അടുത്തേക്ക് സംഭാവനയ്ക്ക് പോകുന്നത് ഒരു പ്രധാന ഒരു ശീലം തന്നെയാണ്. അങ്ങനെ മോഹൻലാൽ 2 പവനാണ് ഇതിനു വേണ്ടി കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ 2 പവനും പോയി കിട്ടി എന്നൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ അതിന്റെ മൊഴിയെടുക്കാനാണ് മോഹൻലാലിനെയും ദിലീപിനെയും വിളിക്കുന്നത്. ഇപ്പോൾ കൊടിമരക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം കുറേ മാസങ്ങളായി നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചു വരികയാണ്. അപ്പോൾ അതിനകത്തിൽ തുടക്കകാലത്ത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന, അല്ലെങ്കിൽ ആ ഒരു പേരിൽ മാത്രമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതെല്ലാം ചെയ്തത്. അതിനുശേഷം പിന്നെ തന്ത്രിയിലേക്ക് വരെ എത്തി. തന്ത്രിക്കെല്ലാം അറിയാമായിരുന്നു. പിന്നെ മന്ത്രിയിലേക്ക് എത്തി. മന്ത്രിമാർക്കെല്ലാം അറിയാമായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ശബരിമല കൊള്ളയുടെ ആ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിൽ ഇപ്പോൾ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത എല്ലാ ആൾക്കാരെയും പുറത്തേക്ക് വിട്ടു. ആരും കൊള്ള നടത്തിയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇടയ്ക്ക് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അകത്ത് പോയിരുന്ന വാസുവിന്റെയും പത്മകുമാറിന്റെയും സ്വത്തുവകകളൊക്കെ മരവിപ്പിച്ചു എന്നൊരു EDയുടെ പ്രധാന വാർത്തയും ഇന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്താണെങ്കിൽ ഇത്രയധികം പ്രമുഖർ, അല്ലെങ്കിൽ ഈ മോഹൻലാൽ 2 പവനാണ് കൊടുത്തതെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്കും ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെ, അത്തരത്തിൽ ഒരുപാട് പേരുടെ സ്വർണം കൊടുത്തിട്ടുണ്ടായിരിക്കാം. അവർക്ക് ഇപ്പോഴാണെങ്കിലും ഞാൻ അങ്ങനെ കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പോയി എന്ന് പറയാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ എന്ന് പറയുന്നത് അറിയാം, അല്ലെങ്കിൽ അങ്ങനെ എഴുതപ്പെട്ട, അല്ലെങ്കിൽ ഇവർ കൊടുത്തു എന്നുള്ളത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അറിയാം. അതേപോലെ എന്നാണ് കൊടുത്തത്, ആർക്ക്, അല്ലെങ്കിൽ ആരുടെ സാന്നിധ്യത്തിലാണ് കൊടുത്തത്, ഇതൊക്കെ ഒരു പ്രധാന കാര്യമാണ്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്താണ് ശരിക്കും ഈ സ്വർണം ഏത് വഴിയാണ് പോയിരിക്കുന്നത്. എല്ലാം ഈ പറയുന്ന രീതിയിൽ തന്ത്രി മുഖേന പോയതാണോ, അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും വിധേന നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതെല്ലാം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഇവർക്കൊക്കെ ശബരിമല കൊള്ളയിൽ പങ്കുണ്ടെന്നൊന്നുമല്ല. കൃത്യമായി ഇവർ കൊടുത്ത പങ്കുകളും അയ്യപ്പന് കിട്ടാതെ വേറെ ഏതൊക്കെയോ വഴിക്കാണ് എല്ലാം പോയിട്ടുള്ളത്. അല്ല ആതിര, അത് വളരെ വലിയൊരു കേസായി തന്നെ മാറും. ഇപ്പോൾ ഈ പറയുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ അതിനെ പറയുന്നതിന് തിരിച്ച് ബദലായി അവർക്ക് തിരിച്ചു പറയത്തക്ക രീതിയിൽ പിണറായിയുടെ പോലീസ് ഈ കൊടിമര കേസുമായി ബന്ധപ്പെട്ട എന്താണ് ശരിക്കും നടന്നിരിക്കുന്നത് കാര്യം, ഈ ഒരു പിന്നെ സ്വർണ്ണപ്പാളിയും ദാരുശില്പങ്ങളിലെയും സ്വർണം പോയതിനെ സംബന്ധിച്ചുണ്ടായ വിഷയത്തിൻ്റെ തുടർന്ന് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൊടിമരത്തിൻ്റെ വിഷയവും ചർച്ചയായിട്ടുണ്ട്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ അംഗമൊക്കെ ആയിരുന്ന അജയ് തറയിൽ, പ്രയാർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരെ പേരൊക്കെ പ്രയാർ മരിച്ചു, അജയ് തറയിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഒരു രാഘവൻ എന്ന് പറഞ്ഞിട്ടൊരു CPM മെമ്പറുണ്ട്. അപ്പോൾ അവരുടെ മെമ്പറുണ്ടായി, കേസുണ്ടായി, പത്മകുമാർ കിടക്കുന്ന പോലെ പിടിച്ചകത്താക്കാൻ അവർക്ക് അറിയാം. അപ്പോൾ അതിലപ്പോൾ പറഞ്ഞ പോലെ ഈ പേര് പുറത്തു പറയാത്ത നിരവധി പേരും ഈ സ്വർണം എവിടെ പോയി എന്ന ചോദ്യവും വരുമ്പോൾ ഇവർക്കൊക്കെ ഇതിനകത്ത് ഭാഗികമായി ബന്ധമുണ്ടോ എന്ന് പിണറായിയുടെ പോലീസ് അന്വേഷിച്ച് ഏതാണ്ട് പിണറായിയുടെ അടുത്തേക്ക് ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 31-നകത്ത് SIT അന്വേഷണത്തിൽ അവരുടെ കുറ്റപത്രം പൂർണ്ണമായി ഹൈക്കോടതിക്ക് സമർപ്പിക്കുമ്പോൾ ആ മാർച്ച് മാസത്തിൽ തന്നെ ഈ കൊടിമരത്തിൻ്റെ കൊള്ള എങ്ങനെ പോയി എന്നും കോൺഗ്രസ്സിൽ അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ പിണറായിയുടെ പോലീസ് പോകുമെന്നും അതായിരിക്കും ഇലക്ഷൻ വരുന്ന മാസത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഭൂകമ്പം വാർത്ത. അതായത് അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്യും,
അറസ്റ്റ് ചെയ്യണം കോൺഗ്രസ്സുകാരെ കാര്യം ഇപ്പൊ പോറ്റിയെ അല്ല തന്ത്രിയെ ഈ അനുകൂലിച്ച് പറയുന്ന രീതിയിൽ CPM-ലേക്ക് മാത്രം അല്ലെങ്കിൽ ഭരണപക്ഷത്തിലേക്ക് മാത്രം മാത്രമല്ല ഈ കേസ് ശബരിമല കൊള്ള ഒതുങ്ങി നിൽക്കുന്നതിന്റെ അപ്പുറത്തേക്കും ഞങ്ങൾക്ക് അത് കുറെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്ന സമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം ഇവര് പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നു. KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് ബാലിശമാണ്. സോണിയാഗാന്ധിയുമായി നിന്നും ഫോട്ടോ എടുത്തു എന്നൊക്കെ പറയുന്ന ബാലിശം അല്ല. അങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഇവരിങ്ങനെ ഓരോ അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളായിട്ടാണ്. അതിനുശേഷം KC വേണുഗോപാലിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആറ്റിങ്ങൽ അടൂർ പ്രകാശിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിരവധി പേരുകൾ ഘട്ടം ഘട്ടമായി പുറത്തേക്ക് വിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഇവരോടൊപ്പം ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ചിലപ്പം ഈ പറയുന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കൊടിമരത്തിൽ നിന്നോ ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണമൊക്കെ ഇളക്കിക്കൊണ്ട് സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ പോയതായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ട ഒരു വിഷയം കൂടിയാണ്. അതിനകത്തിലൊക്കെ ഉദ്ദേശിക്കുന്നത് ഭരണപക്ഷത്തിന് മാത്രമല്ല. ഒരു ഉപമ പറയുമ്പോഴേ തൃശ്ശൂർ പൂരത്തിന് ഇവിടെ ഒരു വർണ്ണക്കുട പിടിക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരു കുട പിടിക്കുമെന്ന് പറയുമല്ലോ. അതുപോലെ ഈ ഒരു കുടമാറ്റം പറയുമല്ലോ. ഇവിടെ പച്ചയാണെങ്കിൽ അവിടെ ചുവപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് ഇപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോഴും ഈ പറയുന്ന ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് ഇതിന്റെ ആ ഒരു തീവ്രത മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം. ഇതൊക്കെ ഈ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയങ്ങളാണ്. കാരണം നമ്മളതിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഒരു സംഭാവന കൊടുക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ മണ്ഡലകാലങ്ങളിൽ വ്രതമെടുത്ത് അയ്യപ്പനെ കാണാനായി പറയുന്ന കൊടും തണുപ്പുമായി പോകുന്നു, അല്ലെങ്കിൽ കൊടും തണുപ്പൊക്കെ ഏറ്റ് അങ്ങനെ ആ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും അയ്യപ്പനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കൊള്ള നടന്നപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൻ കൊള്ള നടന്നു വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത്ര ആ ഒരു വികാരം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതാണ് ഈ കേസിൽ മോഹൻലാലിന്റെ 2 പവൻ പോയത് കൊണ്ടല്ല ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ 2 പവൻ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കൊടുത്ത സ്ഥലത്തിനാണ് പ്രശ്നം. ഞാനൊരു വിശ്വസിച്ച ഒരു സ്ഥാപനം അവിടെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ ആ വിശ്വാസം അവിടെ വഞ്ചിക്കപ്പെടുകയാണ്. അത് കൃത്യമായി അങ്ങോട്ടല്ല പോകുന്നത്, പലരുടെയും വീടുകളിലേക്കാണ് പോകുന്നതെന്ന് അറിയുമ്പോഴുള്ള ഒരു അവസ്ഥയല്ലേ. ദേവസ്വം ബോർഡ് അങ്ങനെ തന്നെയാണ്. ദേവസ്വം ബോർഡ് ഇപ്പൊ നമ്മൾ അറിഞ്ഞത് ഈ ഒരു കേസിലൂടെയാണ് അവിടെ ഇത്രയും തട്ടിപ്പ് നടക്കുകയാണെന്ന് നമ്മൾ അറിയുന്നത്. ഇനി അറിയാത്ത ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദേവസ്വം ഏറ്റെടുക്കുക എന്ന് പറയാം. ദേവസ്വം ഏറ്റെടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങൾ അത്ര അങ്ങ് പോരാ, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യാർത്ഥമൊക്കെ അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇവരുടെ ഒരു ജാടയുണ്ട്. ഇത് നിത്യപൂജ പോലും നേരെ നടത്താത്ത, ഇത് നമ്മുടെ ദേവസ്വത്തിന്റെ കീഴിലാണ്. അതിനുശേഷം ദേവസ്വത്തിലേക്ക് വരുന്ന നിയമനങ്ങൾ ഇതൊക്കെ പരിശോധിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. വിട്ട് കഴിഞ്ഞു. തിരുവനന്തപുരത്താണല്ലോ ദേവസ്വം ബോർഡിന്റെ ഓഫീസ് എന്നൊക്കെ പറയുന്നത്. തിരുവനന്തപുരത്ത് നീണ്ടകാലം ജോലി ചെയ്യുന്ന നമ്മൾ എത്രയെങ്കിലും തവണ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഓഫീസിലും ഇവരുടെ ഈ പ്രസ്തുത ഓഫീസിൽ തന്നെ പോയിട്ടുണ്ട്. ഈ പറയുന്ന പല രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ട് കാണേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു തട്ടിപ്പ് മണം എന്നൊക്കെ പറയുന്ന പോലെ വമ്പൻ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത്. ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ പോലെ തന്നെ പണ്ട് പറയില്ലേ, ഒരാളെ ഈ കുബേർ കുഞ്ചി വിൽക്കാം അല്ലെങ്കിൽ വലംപിരിശങ്ക് വിൽക്കാം എന്ന രീതിയിലേക്കൊക്കെ നമ്മളൊരു പ്രൊഡക്റ്റിനെ എടുത്ത് വെച്ചിട്ട് വിൽപ്പന നടത്തുന്നത്. അതിനകത്തിലൊരു അന്തസ്സുണ്ട്. നമ്മൾ പൈസ വാങ്ങുന്നത് ഈ സാധനം തരാൻ വേണ്ടിയിട്ടാണ്. ഐശ്വര്യം ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഈ പറയുന്ന ശുക്രനും ശനിയൊക്കെ പോലെ ഇരിക്കും. പക്ഷെ ഈ രീതിയിൽ ഇവിടെയാണെങ്കിൽ സാക്ഷാൽ ധർമ്മശാസ്താവിനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ കൊടിമരം നിർമ്മിക്കാൻ പോവുകയാണ്, അതിനകത്തിലേക്ക് സംഭാവന നൽകാന്ന് പറയുന്നത് അയ്യന് തന്നെയാണ് നിങ്ങൾ നൽകുന്നത്. യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്നാ പറയുന്നത്. ഇല്ലാത്ത ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടാണ് ഈ കണ്ട എല്ലാ കാറ്റടിക്കുമ്പോഴൊക്കെ അതിനകത്തിലെ പാളുകളൊക്കെ പറന്നു പോവുകയാണെങ്കിൽ അത് ഉണ്ടാക്കിയ ആളെ തന്നെ നമുക്ക് വിളിച്ച് ചോദിക്കേണ്ടി വരും, നിങ്ങൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ്, ഇനിയിപ്പോൾ ചെളി കൊണ്ട് നിർമ്മിച്ചതാണോ, ഇനി മറ്റേതെങ്കിലും ലോഹങ്ങളൊക്കെ ചേർത്ത് വെച്ച് ബിൽഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് സ്വർണം പൂശുകയാണോ നിങ്ങൾ ചെയ്തത്? ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു മൊഴിയിലൊക്കെ ആണെങ്കിൽ മോഹൻലാലൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഈ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആരാണ് സമീപിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആരുടെ, ഇവരെയൊക്കെ കൃത്യമായിട്ടുള്ള വെറുതെ അങ്ങ് കൊണ്ട് കൊടുക്കുകയല്ലോ ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്തേക്കും ഡീറ്റെയിൽ ഇത് റെക്കോർഡുകൾ ഉണ്ടായിരിക്കാം, ആരുടെ ആഭിമുഖ്യത്തിലാണ് ഇത് കൈമാറിയത്, ഇതൊക്കെ അറിയുമ്പോഴാണ് കൃത്യമായി ഈ പറയുന്ന 4 പേരുകളല്ലാതെ 4-ൽ കൂടുതൽ പേരുകൾ, അല്ലെങ്കിൽ തന്ത്രി എന്ന് പറയുന്നത് 8-മത്തെ 9-മത്തെ ഒക്കെ പ്രതിയാണ്. അപ്പൊ ഈ 8 പേരും 9 പേരൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മോഷ്ടിച്ചോണ്ട്. വേറെ കൊച്ചി തന്നെ ഒരു വക്കീലിന്റെ പേരാണ് ഈ പറയുന്ന കൊടിമരവുമായി ബന്ധപ്പെട്ട് സ്വർണം ശേഖരിച്ചത്. ശരിയാണ്. ഈ കൊടിമരം എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രസ്റ്റ് ആണ്. അതൊരു ആദ്യം ഒരു മീറ്റിംഗ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ് ഈ തട്ടിപ്പിന് കൂട്ടുന്നതെന്നാണ് പറയുന്നത്. പെടട്ടെ, എല്ലാവരും ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുങ്ങട്ടെ. ഏതായാലും ഭരണപക്ഷത്തിരിക്കുന്നവർ അത്ര സേഫ് ഒന്നുമല്ല. കാരണം പോയിട്ടുള്ളതൊക്കെ
ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ കണ്ണടച്ച് പാല് കുടിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ പുതിയതായിട്ട് ആരെയാണ് നിങ്ങൾ ഈ പറയുന്ന കേസിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. എല്ലാവരും മൊഴി കൊടുക്കുകയാണ്. ഇനിയും എത്ര പ്രമുഖരുടെ കയ്യിൽ നിന്നാണ് ഇതേപോലെ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് അന്വേഷണം അല്ലെങ്കിൽ ഇനി പുറത്തേക്ക് വിടുന്നത്. ഇതിൽ പേര് പറയാത്ത നിരവധി പേർ തന്നെ ഉണ്ട്. അവരാരും തന്നെ പേര് പറഞ്ഞിട്ടുമില്ല, പേര് പറയാൻ ആഗ്രഹിക്കാത്തവർ. ഇപ്പോൾ നമ്മൾ സുരേഷ് ഗോപി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട പേരുകൾ, പ്രശസ്തരുടെ പേരുകൾ, താരങ്ങളുടെ പേരുകൾ, അതിൽ ഇത് കൊടുത്ത നിരവധി വ്യവസായികളുണ്ട്. അപ്പോൾ ഇത് ഒരു വൻ തട്ടിപ്പ് തന്നെയാണ്. ആ തട്ടിപ്പ് ഇപ്പോൾ ഈ ഭരണത്തിൻ്റെ കാലാവധി കഴിയുമ്പോൾ പുറത്തു വരുമെന്ന് അറിയില്ല. ഏതോ ഒരു സാമുദായിക നേതാവ് പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് വരെ ചിലപ്പോൾ ഈ പറയുന്ന അയ്യപ്പൻ്റെ സ്വർണം എവിടെ പോയി എന്നുള്ളതിൻ്റെ അന്വേഷണം നടക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ ആ സ്വർണം എവിടെ പോയെന്നോ ആ കേസ് എന്തായെന്നോ പോലും നമുക്ക് അറിയാൻ കഴിയില്ല. അയ്യപ്പൻ എന്തിനാ ചേട്ടാ സ്വർണം? അതായിരിക്കാം അടുത്ത ഒരു പരമ്പര വരാൻ പോകുന്നത്. അതെ അതെ.